അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് എന്ന പേരിൽ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ലിസണേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ക്വിസ് പ്രോഗ്രാമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് പീസ് റേഡിയോ ഓരോ ഏരിയകളിലായിക്കൊണ്ട് അതിൻ്റെ ശ്രോതാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, പീസ് റേഡിയോയ്ക്ക് നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ ശ്രോതാക്കളുണ്ട്. അതിനെ കാര്യമായി പരിഗണിക്കുന്ന, അതിൻ്റെ കോഴ്സുകൾ കൃത്യമായി പഠിക്കുന്ന, അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല സഹയാത്രികർ പീസ് റേഡിയോക്കുണ്ട്. ആ പീസ് റേഡിയോയുടെ സഹയാത്രികരെ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺഫറൻസുകളാണ് ലിസണേഴ്സ് കോൺഫറൻസ്. അതിൻ്റെ ഒന്നാമത്തെ പതിപ്പ്, ഏറ്റവും ആദ്യത്തെ ലിസണേഴ്സ് കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 26, 27 തീയതികൾ അഥവാ ഏപ്രിൽ 26, 27 തീയതികളിൽ പാലക്കാട് ജില്ലയിലെ കോട്ടമൈതാനി വെച്ച് നടക്കുകയാണ്. അതിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഉള്ള ആളുകളോടാണ് ഇത് ആവശ്യപ്പെടുന്നത്. നിങ്ങളെല്ലാവരും ഈ സമ്മേളനത്തിലേക്ക് 26, 27 ദിവസങ്ങളിൽ വളരെ വിപുലമായ രൂപത്തിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സമ്മേളനമാണ്. ഇതൊരിക്കലും പാലക്കാട് ജില്ലയിൽ മാത്രമുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നതല്ല. പീസ് റേഡിയോയുടെ കൂടെ നടക്കുന്ന, പീസ് റേഡിയോ എല്ലാ സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കൾ മറ്റു ജില്ലകളിലുള്ളവർക്കും അവിടേക്ക് എത്താവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായി നമ്മൾ പ്രഖ്യാപിച്ച ഡെയിലി ക്വിസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, ലൈവ് ക്വിസിൽ. ഈ ലൈവ് ക്വിസിൽ നിങ്ങൾ പങ്കാളികളാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ കേൾക്കുക, ഇതിൻ്റെ ഉത്തരം അയക്കുക എന്നത് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പീസ് റേഡിയോ ആപ്പിൽ 10 മണിക്ക് ലൈവായി നിങ്ങൾക്ക് കേൾക്കാം. ഇനി ലൈവായി നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ റിവൈൻഡ് ഓപ്ഷനിലൂടെ 24 മണിക്കൂർ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇനി മാത്രവുമല്ല, പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വീഡിയോയും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ഈ ചോദ്യം നിങ്ങൾ കേൾക്കുകയും ആ ചോദ്യത്തിൽ നൽകുന്ന ഓപ്ഷനുകൾ, ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷനുകൾ നമ്മൾ തരും. അതിൽ ശരിയുത്തരം ഏതാണെന്ന് നിങ്ങൾ അയക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഓപ്ഷൻ എ ആണെങ്കിൽ എയും, ബി ആണെങ്കിൽ ബിയും, സി ആണെങ്കിൽ സിയും മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കണം. ഇവിടെ ഉത്തരം അയക്കുന്ന ആളുകളോട് ശ്രദ്ധിക്കാനുള്ളത്, എങ്ങനെ ഉത്തരം അയക്കണം എന്ന് ചിലപ്പോൾ ആദ്യമായി ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സംശയമുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. പീസ് റേഡിയോ ആപ്പ് ഓപ്പൺ ചെയ്താൽ അതിന് താഴെ നിങ്ങൾക്ക് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഏരിയകൾ കാണാൻ സാധ്യം. അതിൽ മൂന്നാമതായി നിങ്ങൾക്ക് അവിടെ ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം അവിടെ കാണാം. നേരത്തെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് അയച്ചവരാണെങ്കിൽ നിങ്ങൾ അപ്പോൾ കൊടുത്ത പേര് കൃത്യമായി നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. ആ പേരിൻ്റെ കൂടെ നിങ്ങളുടെ സ്ഥലപ്പേര് കൂടി ചേർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ താഴെ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ, നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന, നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയുന്ന കോൺടാക്റ്റ് നമ്പർ നിങ്ങളവിടെ കൊടുക്കണം. കാരണം ഈ ക്വിസ് മത്സരത്തിൽ നിങ്ങളാണ് വിജയിയെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം എത്തിക്കുവാൻ വേണ്ടി നിങ്ങളെ ആ നമ്പറിലായിരിക്കും കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അഥവാ നിങ്ങൾ പ്രോഗ്രാം സെലക്ട് ചെയ്യണം. അവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉത്തരം അയച്ചാൽ നിങ്ങൾ ഉത്തരം സ്വീകരിക്കുകയില്ല. പ്രോഗ്രാം എന്നതിൽ ക്ലിക്ക് ചെയ്ത് ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതല്ലാതെ മറ്റൊരുപാട് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പീസ് റേഡിയോയുടെ ഏത് പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അതിലൂടെയാണ് അറിയിക്കാൻ സാധ്യമാവുക. എന്നാൽ ഇവിടെ നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെ നിങ്ങളുടെ ഓപ്ഷൻ എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ ഓപ്ഷൻ മാത്രം, അതിൻ്റെ കൂടെ നമ്മൾ പറയുന്ന വാക്കുകളോ നമ്പറുകളോ ഒന്നും നിങ്ങൾ എഴുതേണ്ടതില്ല. ഓപ്ഷൻ ഏതാണോ നിങ്ങളുടെ ശരി അത് മാത്രമാണ് അയക്കേണ്ടത്. ഏതായാലും അധികം വിശദീകരിക്കാതെ ഈ കാര്യങ്ങൾ ആദ്യമായി കേൾക്കുന്ന ആൾക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ദിവസവും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിന് ഉത്തരം നിങ്ങൾ അയച്ചാൽ മതിയാകും. ഇന്നത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട് എന്ന് ചോദിച്ചാൽ ഇത് വളരെ ഒരു ലെവലിൽ താഴെയുള്ള ഒരു ക്വിസ് മത്സരമാണ് നിങ്ങൾക്ക് തോന്നും. 114 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. ഓരോ സൂറത്തിൻ്റെ പേരിനും ഓരോ കാരണങ്ങളുണ്ട്. ആ സൂറത്തിന് പേര് ലഭിക്കാൻ വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ഓരോ സൂറത്തിൻ്റെ പേരുകൾക്കും അറബിയിലാണ് നമുക്കറിയാം സൂറത്തുകളുടെ പേരുള്ളത്. ഓരോ സൂറത്തുകളുടെ പേരിനും അതിന് അർത്ഥവും ഉണ്ടായിരിക്കും. ഖുർആനിൽ ആ സൂറത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചോ ആ സൂറത്തിലെ പ്രതിപാദ്യ വിഷയത്തെക്കുറിച്ചോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സൂറത്തുകൾക്ക് പേര് നൽകപ്പെട്ടിട്ടുള്ളത്.
എൻ്റെ ചോദ്യം ഇതാണ്, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്. വിശുദ്ധ ഖുർആനിൽ മീറ്റിംഗ് എന്ന അർത്ഥമുള്ള ഒരു സൂറത്തുണ്ട്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ യോഗം എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ പല കാര്യങ്ങൾക്കും മീറ്റിംഗ് കൂടാറുണ്ടല്ലോ. ആ മീറ്റിംഗ് എന്നർത്ഥമുള്ള, യോഗം എന്നർത്ഥമുള്ള സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് നൽകുന്നത് സൂറത്തുകളുടെ 3 നമ്പറുകളാണ്. ഇതിൽ ഏതു നമ്പർ സൂറത്താണ് എന്നതാണ് നിങ്ങൾ ഉത്തരമായിക്കൊണ്ട് നിങ്ങൾ അയക്കേണ്ടത്. ഉത്തരം എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നൊരു എളുപ്പ വഴി കൂടി ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഖുർആൻ തുറക്കുക, ഖുർആനിലെ ഓരോ സൂറത്തുകളെയും അർത്ഥങ്ങൾ ഖുർആൻ പരിഭാഷ എടുത്താൽ, അല്ലെങ്കിൽ അമാനി മൂലയുടെ തഫ്സീർ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ മൊബൈൽ ആപ്പുകൾ ലഭ്യമാണ്. അത് തുറന്നു നോക്കിയാൽ ഓരോ സൂറത്തിൻ്റെയും അർത്ഥം നിങ്ങൾക്ക് സൂറത്തിൻ്റെ പേരിൻ്റെ കൂടെ കൊടുത്തിട്ട് കാണാൻ സാധ്യമാകും. അപ്പോൾ എല്ലാ സൂറത്തുകളുടെയും പേരിങ്ങനെ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി പ്രത്യേകിച്ച് ഞാൻ ഓപ്ഷനിൽ നൽകുന്ന 3 സൂറത്തുകളുടെ പേരും അതിൻ്റെ അർത്ഥവും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അപ്പോൾ ഇതാണ് ചോദ്യം. ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ മീറ്റിംഗ് അഥവാ യോഗം എന്നർത്ഥം വരുന്ന സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം. 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ഓപ്ഷൻ എ 17 അഥവാ 17ാമത്തെ സൂറത്ത്. ഓപ്ഷൻ ബി 26 അഥവാ 26ാമത്തെ സൂറത്ത്. ഓപ്ഷൻ സി 42 അഥവാ 42ാമത്തെ സൂറത്ത്. ഇതിൽ ഏത് സൂറത്താണ് യോഗം അല്ലെങ്കിൽ മീറ്റിംഗ് എന്ന് അർത്ഥം വരുന്ന സൂറത്ത് എന്നത് നമ്മുടെ ചോദ്യം. നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേരും നമ്പറും നൽകി ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഉത്തരം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ വിജയമാണെന്ന് എങ്ങനെ അറിയും? ഓരോ ദിവസവും പീസ് റേഡിയോയിൽ രാവിലെ 6 മുതൽ 8 വരെ ലൈവ് പ്രഭാത പ്രക്ഷേപണം നടക്കാറുണ്ട്. ആ പ്രഭാത പ്രക്ഷേപണത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ് വിജയികളെ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ക്വിസുമായി ബന്ധപ്പെട്ടതും പീസ് റേഡിയോ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭ്യമാകുന്നതാണ്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായി കാര്യങ്ങൾ പിന്നീട് ലഭിക്കും. അതുകൊണ്ട് ഇത് കൂടെ ചേരുക, ഇതിൻ്റെ ഉത്തരമയക്കുക, നമ്മുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.